പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യം, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ. അവൻ തൻ്റെ വ്യാപാര ശക്തി കൊണ്ട്, ദൈവത്തിൻ്റെ ശക്തി ആത്യന്തിക ശക്തി എത്രേ, അത് മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വലിയ ശക്തിയാണ്. ആ ശക്തി കൊണ്ട് ഇതാ തിരുവചനം പറയുന്നു, അവൻ സകലത്തെയും കീഴ്പ്പെടുത്തും. ഇന്ന് പകൽക്കാലം അതേ ശക്തിയാണ് ദൈവം തൻ്റെ മക്കളിലേക്ക് പകർന്നിരിക്കുന്നത്. ഈ പകൽക്കാലം അത് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഓരോ ചുവട് വെക്കുമ്പോഴും നാം പറയണം, എന്നിൽ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിലുള്ളപ്പോൾ സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ എനിക്ക് സാധിക്കും. വേദപുസ്തകത്തിൽ 45-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു, ദൈവമേ, എൻ്റെ ജനത്തെ എനിക്ക് കീഴാക്കി തരുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ കൂടെയുള്ള ജനത്തെ എനിക്ക് കീഴാക്കി, എൻ്റെ കൂടെയുള്ള ആവശ്യങ്ങളെ എനിക്ക് വേണ്ടി നടത്തിത്തരുന്ന എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ പോകുന്ന വഴിയിൽ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. എൻ്റെ ശത്രുക്കളെ ജയിക്കുവാൻ എനിക്ക് തരുന്ന ശക്തിക്കായി സ്തോത്രം. ഹല്ലേലൂയ. പ്രിയരെ, ഇന്ന് പകൽക്കാലവും നാം ചുവട് വെക്കുന്ന ഓരോ സ്ഥലത്തും ഓരോ ആവശ്യങ്ങളിലും നമുക്ക് ജയം കിട്ടുന്നത് നമ്മുടെ ശക്തി കൊണ്ടല്ല, നമ്മുടെ ബലം കൊണ്ടല്ല, നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തി കൊണ്ടത്രേ. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് ദൈവത്തിന് നന്ദി പറയും? കർത്താവേ, ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുന്നത് അങ്ങയുടെ കൃപ കൊണ്ടാ. ഹല്ലേലൂയ. ദാവീദ് രാജാവ് പറഞ്ഞതുപോലെ സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ ശക്തി തന്നത് ദൈവമാണ്. സകലത്തിനുമുള്ള പ്രാഗൽഭ്യം തന്നത് ദൈവമാണ്. ദൈവം തന്ന ശക്തിയല്ലാതെ, ദൈവം തന്ന ആ ബലം അല്ലാതെ മറ്റൊന്നും ഞങ്ങളിൽ ഇല്ലെന്ന് എത്ര പേർക്ക് പറയാൻ സാധിക്കും? ഈ പകൽക്കാലം നമുക്കത് ഓർക്കുമ്പോൾ തന്നെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയണം. സകലവും നമുക്ക് കീഴ്പ്പെടുത്തി തരുന്ന, സകലത്തെയും കീഴ്പ്പെടുത്തി തരുന്ന ദൈവത്തിൻ്റെ വ്യാപാര ശക്തി കൊണ്ട് അവൻ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി തീർക്കും. നാം മനുഷ്യരാ, നാം ജഡീകരായ മനുഷ്യരാ, നമ്മിൽ ബലഹീനതയുണ്ട്, നമ്മിൽ ക്ഷീണമുണ്ട്. എന്നാൽ നമ്മിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ നമ്മെ ഹല്ലേലൂയ ഭൂമിയിൽ നിന്നുള്ള ശരീരത്തിനെക്കാട്ടിലും ഉപരിയായി സ്വർഗീയമായ ശരീരത്തിൻ്റെ ബലം ദൈവം നമുക്ക് തരും. സ്വർഗീയ ധാന്യം ദൈവം നമുക്ക് തന്ന് നമ്മെ പോഷിപ്പിക്കും, നമ്മെ ബലപ്പെടുത്തും. ഓടുവാൻ ഹല്ലേലൂയ വേല ചെയ്യുവാനുള്ള ശക്തി ദൈവം തരും. അതുകൊണ്ടാണ് പ്രവാചകനായ യേശയ്യാവ് പറയുന്നത്, ലോകത്തിലെ ബാല്യക്കാർ തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും, എന്നാൽ ദൈവത്തെ കാത്തിരിക്കുന്ന നമുക്ക് ശക്തിയെ ദൈവം തരും. അതുകൊണ്ട് നാം തളർന്നു പോകാതെ നടക്കുകയും ക്ഷീണിച്ചു പോകാതെ ഓടുകയും ചെയ്യുവാൻ ദൈവം നമുക്ക് ബലം തരും. എവിടുന്ന് ആ ബലം? അത് ദൈവത്തിൻ്റെ ശക്തിയാണ്, നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. ആ ശക്തി നമ്മെ ഹല്ലേലൂയ സകലത്തിൻ്റെ മേൽ ജയം തരുവാൻ നമ്മെ ബലപ്പെടുത്തും. 2 ഹല്ലേലൂയ എഫേസ്യ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് സാധിക്കും. നോക്ക്, എല്ലാ മനുഷ്യർക്കും ഒരു ആഗ്രഹം കാണും, ഒരു വിചാരം കാണും, അവരുടെ ഉള്ളിൽ ചില ആവശ്യങ്ങൾ കാണും. അവർ പറയും, കർത്താവേ, എനിക്ക് ഇന്ന കാര്യങ്ങൾ വേണം, എനിക്ക് ഇന്നത് കിട്ടിയാൽ കൊള്ളാം. അങ്ങനെ നാം ദൈവത്തോട് ചോദിക്കും. എന്നാൽ നമ്മുടെ ഉള്ളിലെ നിലവ് അതിനെക്കാട്ടിലും വലുതായിരിക്കും. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നാം മനുഷ്യരോട് ചോദിക്കണമെന്നില്ല, ദൈവത്തോട് പറയണമെന്നുമില്ല. എന്നാൽ വേറെ പുസ്തകം പറയുന്നു, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. നോക്ക്, നമ്മുടെ ചോദ്യത്തെക്കാട്ടിലും നമ്മുടെ ആഗ്രഹത്തെക്കാട്ടിലും വലുത് ചെയ്യാൻ ദൈവം വിശ്വസ്തനാ. വേദപുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ശലോമോൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഹല്ലേലൂയ എനിക്ക് ഹല്ലേലൂയ ജീവനെ തരണം. കർത്താവ് കൊടുത്തിരിക്കുന്നത് എന്നേക്കുമുള്ള ദീർഘായുസിനെയാണ്. അങ്ങനെ വേദപുസ്തകം പറയുന്നത്. ശലോമോൻ ചോദിച്ചത്, ദൈവമേ, എനിക്ക് ജ്ഞാനം തരണം, ഈ ജനത്തെ ഭരിക്കാൻ. ദൈവം അവന് ജ്ഞാനം കൊടുത്തു, അതോടൊപ്പം തന്നെ വലിയ സമ്പത്തും കൊടുത്തു. ഹല്ലേലൂയ. റൂത്ത് പോയി ചോദിക്കുന്നത് ഹല്ലേലൂയ ആഹാരം, അത്താഴത്തിനുള്ള ആഹാരം, അല്പനേരത്തേക്കുള്ള ആ ആഹാരത്തിനുള്ള ധാന്യമാണ് ചോദിച്ചത്. എന്നാൽ ദൈവം അവൾക്ക് കൊടുത്തത് ധാന്യം വിളയുന്ന വയൽ തന്നെ കൊടുത്തു. ഇന്ന് രാവിലെ സമയത്തും നിങ്ങൾ ചോദിക്കുന്നതിനെക്കാട്ടിലും നിങ്ങൾ നനയ്ക്കുന്നതിനെക്കാട്ടിലും അത്യന്തപരമായി എൻ്റെ കർത്താവിന് ചെയ്യാൻ സാധിക്കും. വിശ്വാസത്തോടുകൂടെ നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പറയാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തി നമ്മിലുണ്ടോ? നമ്മുടെ കഴിവിനപ്പുറത്ത്, നമ്മുടെ ചിന്തയ്ക്കപ്പുറത്ത്, നമ്മുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്ത് നമ്മെ
മാനിക്കാൻ ദൈവം വിശ്വസ്തനാ. വേദപുസ്തക ചരിത്രം അങ്ങനെ തന്നെ നമ്മെ പഠിപ്പിക്കുന്നത്. എന്തിനാ? നമ്മുടെ ജീവിതത്തിൽ തന്നെ തിരിഞ്ഞു നോക്കിയാട്ട് നാം നനച്ചതിലും നാം ചോദിച്ചതിലും വലുതായി ദൈവം നടത്തിയില്ലേ? അല്ല, ഇതുവരെ നിങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ വിശ്വാസത്തോടു കൂടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചിട്ട് പറ, കർത്താവേ, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യാൻ നിനക്ക് സാധിക്കുമെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് ഏറ്റുപറയുന്നു. ഒന്ന് പറഞ്ഞു നോക്കിയാട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി, ആ ശക്തിയുടെ വലിപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തിരിച്ചറിയും. ഹല്ലേലൂയ. ഒന്ന്, ദൈവത്തിൻ്റെ ശക്തി സകലത്തെയും കീഴ്പ്പെടുത്തി നമ്മെ ഹല്ലേലൂയ നടത്തുവാൻ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ശക്തി നമ്മെ രൂപാന്തരപ്പെടുത്തും. രണ്ട്, ദൈവത്തിൻ്റെ ശക്തി നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ ചെയ്യുവാൻ ആ ശക്തിക്ക് സാധിക്കും. മൂന്ന്, ആ ശക്തി നമ്മെ ഉയർപ്പിക്കും. സ്നാനത്താൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനോടുകൂടെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഹല്ലേലൂയ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം പറയുന്നു. ഹല്ലേലൂയ. മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ വ്യാപാര ശക്തി. പ്രിയരെ, മരിച്ച അവസ്ഥയിലാണോ? അവിടെ നിന്ന് ഉയർപ്പിക്കുവാൻ ദൈവത്തിൻ്റെ ശക്തിക്ക് സാധിക്കും. റോമാലേഖനം 8-ാം അധ്യായം 11-ാം വാക്യം പറയുന്നു, അതേ ആത്മാവ് നമ്മിൽ വ്യാപരിക്കുന്നത്. ആ ശക്തി നമ്മെ ഉയർപ്പിക്കും. മരിച്ച സ്ഥലത്ത് നിന്ന്, ജീവനില്ലാത്തടത്തു നിന്ന് ഉയർപ്പിക്കാൻ ദൈവം വിശ്വസ്തരാ. ഇന്ന് രാവിലെ നമുക്കൊന്ന് വിളിച്ചു പറയാം, കർത്താവേ, ഞങ്ങളിൽ ദൈവം തന്നിരിക്കുന്ന ശക്തി ആത്യന്തിക ശക്തിയാണ്. ആ ശക്തിക്കായി സ്തോത്രം, ആ കൃപയ്ക്കായി സ്തോത്രം, ആ പരിശുദ്ധ ആത്മാവിൻ്റെ വ്യാപാര ശക്തിക്കായി സ്തോത്രം. അങ്ങ് വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. ഞങ്ങളെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ അങ്ങ് ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ.